സഹൃദയ കലാസ്നേഹികളെ, തുടക്കം കണ്ടു. വിസ്മയ മോഹൻലാൽ തുടക്കം എന്ന അവസാനമാണ് ഇത് കാണിക്കുന്നത്. ഈ സിനിമ ഒരു ഓക്കെ വാച്ച സിനിമയാണ്. എനിക്കൊരു നല്ല സിനിമയായിട്ട് തോന്നി. മോശം സിനിമയല്ല. ബട്ട് ഒരൊറ്റ എലമെന്റ് മാത്രം ഈ സിനിമയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ കൂടി ഒരു നല്ല സിനിമയാകുമെന്ന് തോന്നി. അത് വേറൊന്നുമല്ല, ഈ സിനിമയിൽ മോഹൻലാൽ ഉണ്ടെന്ന് നമ്മളെല്ലാവരും ട്രെയിലറിൽ കണ്ടതാണല്ലോ. മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ട്. ആ ഒരു ക്യാമിയോടെ ഒരാവശ്യവും ഈ പടത്തിൽ ഉണ്ടായിരുന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതിന്റെ ഒരു ആവശ്യത്തില്ല. ഇറ്റ്സ് ലൈക്ക് മോഹൻലാലിനെ വെറുതെ കൊണ്ടുവന്ന് ഒരു പുഷ്, ഒരു ഒന്നിന്റെ കൂടെ തള്ളിരിക്കട്ടെ എന്തോ പറയും പോലെ ഒരു ആവശ്യമില്ലാത്തൊരു സീൻ കൊണ്ടുവന്ന് വെച്ച് ചുമ്മാ ഒരു എലിവേഷൻ. മോഹൻലാലിനെ വെറുതെ കൊണ്ടുവന്ന് എന്തിനാണ് എന്നിട്ട് അതിനകത്ത് കുറെ ഡയലോഗ്സും, അതായത് മോഹൻലാലിന്റെ മോളാണല്ലോ വിസ്മയ മോഹൻലാൽ. സോ അപ്പം ആ കുട്ടിയെ ഒരു അച്ഛനെ നീ പ്രൗഡാക്കണം, നിന്റെ അച്ഛനെ നീ പ്രൗഡാക്കണം എന്നൊരു ഡയലോഗൊക്കെ മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ച് എന്തായിരുന്നു ഒരു ആവശ്യം? മിസ്റ്റർ ജൂഡ് ആന്റണി, നിങ്ങളത് ചെയ്തത് ആക്ച്വലി അതിന്റെ വികാരം മനസ്സിലാവും. കാര്യം എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ സ്റ്റാർഡം നമുക്ക് കാണാം, ആസ്വദിക്കാം, തിയേറ്ററിൽ കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും. മേ ബി ഫാൻസിനൊക്കെ കുറച്ച് സാധനം ഉണ്ടായിരിക്കും. ഈ മോഹൻലാലിനെ ഇപ്പോഴത്തെ ക്യാമിയോ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ ക്യാമിയോ വന്ന റെക്കോർഡ് മേ ബി ഇപ്പോൾ മോഹൻലാലിനായിരിക്കും. മലയാള സിനിമയിൽ എനിക്ക് തോന്നി എല്ലാത്തിലും മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ട്. ഇനി വരാതിരിക്കുന്ന സിനിമകളിൽ മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ട്. ഇത് മോഹൻലാലിനെയാണ് ഏറ്റവും ഫാനുള്ള നടനും. പക്ഷെ അത് എന്തിനാണ് ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലായിടത്തും എവിടെയും കാണുന്നിടത്തൊക്കെ മോഹൻലാൽ വേണോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അതിൻ്റെ ആവശ്യമില്ല. ബട്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ സാധനം, ഈ സിനിമ കുഴപ്പമില്ല. മോയ്ത്തായി അടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു വർഷമെങ്കിലും കുറഞ്ഞതെങ്കിലും ട്രെയിൻ ചെയ്യാതെ ഇത്രയും ഫ്ലെക്സിബിലിറ്റിയോ കിക്സോ ഒന്നും വരില്ല. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിക്സ് ഒക്കെയാണ്. പിന്നെ ഇതിനകത്ത് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ കീടിലം, അതായത് ഞാൻ പെട്ടെന്ന് എനിക്ക് ആ ക്യാരക്ടർ കണ്ടപ്പോൾ ഓർമ്മ വന്നത് സാഗർ സൂര്യ ചെയ്ത ക്യാരക്ടറില്ലേ, അതായത് എനിക്ക് തോന്നുന്നു ജോർജ് ജോർജിന്റെ സിനിമയ്ക്കകത്ത് പടത്തിന്റെ പേര് ഞാൻ വിട്ടു. അതിനകത്ത് ചെയ്ത ആ ക്യാരക്ടറിന് അത്രത്തോളം എത്തിയില്ലെങ്കിൽ ഏകദേശം അതേ റേഞ്ച് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല 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 പെർഫോമൻസ്. പുള്ളിയുടെ ഫിസിക്കും പുള്ളിയുടെ ലുക്കും നടത്തവും ഒരു സാധനമൊക്കെ നല്ല രസമായിട്ടുണ്ട്. അത് നൈസ് ആയിരുന്നു കേട്ടോ. പുള്ളി എനിക്ക് തോന്നുന്നു ഇനിയും സംസാരമില്ല, ഡയലോഗ് എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഡയലോഗ് കണ്ടേ ഉള്ളൂ, വേറൊന്നും ഞാൻ കണ്ടില്ല ഡയലോഗ്. എനിക്ക് പടം പൊതുവെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ വിസ്മയ മോഹൻലാലിന് പ്രത്യേകിച്ച് ഇതിനകത്ത് ചെയ്യാനൊന്നുമില്ല. അവർ ഒരു 10,000 വട്ടം ഈ ടാറ്റ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. എവിടെ തിരിഞ്ഞാൽ ഈ ടാറ്റ ടാറ്റ. അതായത് നമ്മൾ ഈ ഇന്റർവ്യൂലൊക്കെ വരുന്ന സമയത്ത് അവരെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ ആ സാധനം ഇങ്ങനെ സിനിമയ്ക്കകത്തും കാണിക്കുന്നുണ്ട്, ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷെ മോശമാക്കിയില്ല. ഒരു ഫസ്റ്റ് ന്യൂ കമ്മർ ആണെന്നുള്ള നിലയിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാം, അങ്ങനെയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി ഇല്ല. നോർമൽ സാധനം, എന്നാൽ മോശമല്ല. പല നെപ്പോ കിഡ്സിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സിനിമകളെക്കാളും ബെറ്റർ ആണ്. ഇപ്പൊ സ്റ്റാറായി നിൽക്കുന്ന പല നെപ്പോ കിഡ്സിന്റെ പല സിനിമകളെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ്സ് അടിപൊളി, ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളി. ഒരു നല്ല സിനിമ, ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പൊതു സാധനങ്ങൾക്കിടയിൽ ഒരു പെണ്ണ് എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ ഉള്ള മാർഷൽ ആർട്സ് കൊണ്ടുണ്ടാകുന്ന കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റ്, അതുകൊണ്ട് നമുക്ക് സെൽഫ് ഡിഫൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ നല്ല തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ മെസ്സേജ് ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സിനിമ ഒരു ഓക്കെ വാച്ച് മൂവിയാണ്. നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ വാച്ച് കിട്ടും. ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് മ്യൂസിക് ഒന്നും അങ്ങനെ എടുത്ത് പറയത്തൊക്കെ ഒന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. 1-2 പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ അത് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നല്ലൊരു